എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ കണ്ണന്റെ നാളെ ഒഴിഞ്ഞൊഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും കണ്ണന്റെ വിരലുകൾ ചലിപ്പിക്കുവാണ്. അപ്പൊ കണ്ണൻ വൈദ്യരോട് പറയുവാണ്, സാറേ എൻ്റെ വിരലുകൾ എനിക്ക് ചലിപ്പിക്കാൻ പറ്റുന്നെന്ന് പറയുവാണ്. അപ്പൊ പുള്ളി പറയുവാണ്, എടോ അത് സത്യമാണ്, തൻ്റെ ചലനശേഷി തിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് പറയുവാണ്. അങ്ങനെ കണ്ണൻ ഇങ്ങനെ വിരലനക്കുവാണ്. നാളെയാണെങ്കിൽ മഹാ എപ്പിസോഡാണ്. അപ്പൊ അതിന്റെ കൂടെ നാളെ മറ്റേ ഗുണ്ടയാണെങ്കിൽ തലയണ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് കണ്ണനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി നോക്കുവാണ്. ആ സമയത്ത് കണ്ണന്റെ കാല് പൊങ്ങുന്നുണ്ട്. മിക്കവാറും നാളെ ആ ഗുണ്ട ആക്രമിക്കുമ്പോൾ തന്നെ കണ്ണൻ മിക്കവാറും അതിനെ ശരിയാക്കാൻ വേണ്ടി എഴുന്നേക്കുന്നതാണ് നാളത്തെ മഹാ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്ന് വെച്ചാൽ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ റൂമിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട്. കയറിയിട്ട് പെർഫ്യൂംസും കാര്യങ്ങളും എല്ലാം നോക്കി ഭയങ്കരമായിട്ടും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ്. ആക്ച്വലി ഈ മഹാലക്ഷ്മി സീരിയലിനകത്തെ ഈ മഹാലക്ഷ്മിയുടെ സാരിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്യൂം അത്ര പോരാ. പക്ഷെ കരുണയാണെങ്കിൽ അതെല്ലാം കൂടെ കണ്ടിട്ട്, സാരിയൊക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കര അന്താളിച്ച് നിൽക്കുവാണ്. നിൽക്കുമ്പോൾ ഉണ്ണി വരുന്നുണ്ട്. നീ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുവാണ്, ഇതൊക്കെ കണ്ട ഉണ്ണിയായിട്ട്, ഇതൊക്കെ കണ്ട് ഞാൻ കയറുവാ ഇടയ്ക്കിടയ്ക്ക്, ഇതൊക്കെ അവരറിഞ്ഞാൽ മോശമല്ലേ എന്ന് പറയുവാണ്. അവരറിയത്തില്ലല്ലോ എന്ന് പറയുക. അങ്ങനെ ഉണ്ണി പറയുവാണ്, നീ ഒരു കാര്യം ചെയ്യാം, ഇന്ന് എനിക്ക് സാലറി വരും, നീ ഒരുങ്ങി നിൽക്കുന്നു, നമുക്ക് വൈകുന്നേരം പോയി സിനിമയൊക്കെ കണ്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറയുക. അപ്പൊ കരുണ ചോദിക്കുകയാണ്, സ്വർണ്ണക്കടയിൽ കൊണ്ടുപോകുന്നു. നീ എന്താ പറയുന്ന, സ്വർണത്തിനൊക്കെ എന്ത് വിലയാണ്? നിനക്ക് പറഞ്ഞാത്തൊരു മര്യാദയെങ്കിലും ഇല്ലേ? തൽക്കാലം അതൊന്നും വേണ്ട, നിന്നെ ഞാൻ കറങ്ങാൻ കൊണ്ടുപോകാന്നൊക്കെ പറയുവാണ്. അങ്ങനെ കരുണയെ ആശ്വസിപ്പിക്കുവാണ് ഉണ്ണി. എന്നിട്ടാണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ ഓഫീസിൽ പോകാൻ മടിയാണ്. കണ്ണൻ വഴക്ക് പറഞ്ഞു പോവാണ്. അപ്പൊ അനന്ത് കൂട്ടിരിക്കാൻ വരുവാണ്. കൂട്ടിരിക്കാൻ വന്നിട്ട് മറ്റേ ഗുണ്ടെ കണ്ട കാര്യം പറയുക, അയ്യപ്പനെ കണ്ട കാര്യം പറയുവാണ്. അപ്പൊ മഹാലക്ഷ്മി കണ്ണനും പറയുന്നുണ്ട്, തോമസ് സാറിനോട് സംസാരിച്ചു, അങ്ങനെ ഒരാളെ ഇവിടെ ഇല്ലെന്നാ പറയുന്നത്, അങ്ങനെ ഗുണ്ടകളെയോ അല്ലെങ്കിൽ പ്രശ്നക്കാരെയോ ഒന്നും സാർ ഇവിടെ എന്താണേലും വെക്കത്തില്ലെന്ന് പറയുവാണ്. അപ്പം മറ്റേ അനന്ത് ചോദിക്കുവാണ്, അപ്പം മേഘനാഥനോ എന്ന്. മേഘനാഥൻ ഈ കമലേശ്വരം കുടുംബത്തിലെ അംഗമാന്ന് ഓർത്തോണ്ടെങ്ങാണ്ട് സാറ് കേട്ടതാന്ന് പറയുവാണ്. അങ്ങനെ അനന്തുവിനെ ഏൽപ്പിച്ചിട്ട് മഹാലക്ഷ്മി ഓഫീസിൽ പോവാണ്. ഇതിനിടയ്ക്ക് ഉണ്ണിയുടെയും അമ്മാവന്റെ ഒന്നും സാലറി ക്രെഡിറ്റ് ആയിട്ടില്ല. അങ്ങനെ ഉണ്ണി വന്ന് അമ്മാവനോട് പറഞ്ഞിട്ട് അമ്മാവൻ കണ്ണനെ വിളിച്ച് ചോദിക്കുകയാണ്, മോനെ സാലറി ക്രെഡിറ്റ് ആയിട്ടില്ല. പറയുക, അയ്യോ അമ്മാവ, ഇപ്പൊ എം ഡി കസരിൽ മഹാലക്ഷ്മി ആയിരിക്കുന്നത്. അമ്മാവനൊന്ന് മഹാലക്ഷ്മി വിളിച്ച് ചോദിക്കാൻ പറയുവാണ്. അപ്പോഴത്തേനും അമ്മാവ ഫോൺ വെച്ചിട്ട് പറയുക, ഇവനെ എത്രയും വേഗം കൊല്ലണം, ഇവന് ഇപ്പൊ എല്ലാം അവളെ ഏൽപ്പിച്ചേക്കുന്നത് മഹാലക്ഷ്മിയെ, ഇവനെ കൊന്നാലും സ്വത്ത് അവക്ക് പോവാതെ അവളെ ഒതുക്കണം നമുക്ക്. അപ്പൊ ഉണ്ണി വന്ന് പറയുവാണ്, എത്രയും വേഗം തോമസ് വെതിന്റെ അവിടെ നിന്ന് അയാൾ തിരിച്ചു വരില്ല, അയാൾ അവിടെ തന്നെ ഇട്ട് തീർക്കണം, അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു രക്ഷയില്ല. ഞാൻ കരുണയോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുവാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ കണ്ണനും അനന്തുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വെക്കണം, എല്ലാത്തിനെയും 50-50 ഷെയർ ആക്കണം, ബാങ്കിന്റെ എല്ലാം ഓൾറെഡി നോമിനി മഹാലക്ഷ്മി ആക്കിയിട്ടുണ്ട്, അതെല്ലാം മാറ്റി എഴുതണം, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അനന്തു നീ മഹാലക്ഷ്മിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ കണ്ണൻ പറയുവാണ്. ഇപ്പൊ ഇവർക്കൊരു പേടിയുണ്ട്, ബന്ധുക്കൾ തന്നെയാണല്ലോ ശത്രുക്കൾ, അപ്പൊ അകത്തുള്ളത് കൊണ്ട് ഇവർക്കൊരു പേടിയുണ്ട്. അപ്പൊ അനന്ത് പറയുവാണ്, നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ അഡ്വക്കേറ്റിന്റെ കുപ്പായം വിട്ടത്, നിനക്ക് എന്തെങ്കിലും പറ്റി ഞാൻ സുപ്രീം കോടതി വരെ പോകും, എല്ലാത്തിനും അഴി എണ്ണിക്കും, ഞാൻ മഹയെ ഞാൻ നോക്കിക്കണം, ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കുവാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി കാറി കയറി പോകുന്നത് നമ്മുടെ അയ്യപ്പൻ കണ്ടു. അയ്യപ്പൻ മഹാലക്ഷ്മി നോക്കി നിൽക്കുവാണ്, മാർക്കോ. അതിനിടയ്ക്ക് തോമസ് വെതിന്റെ ഒരു ശിങ്കിടിയുണ്ട്, പുള്ളി വരുന്നുണ്ട്. ആഹാ, ആ പെണ്ണിനെ നോക്കുവാണ്, ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിന്റെ പേര് കണ്ണനാന്ന് പറയുക. അപ്പൊ മാർക്കോ പറയുവാണ്, എന്നെ എത്ര നാളായിട്ട് ചേട്ടൻ അറിയാം, എനിക്ക് അങ്ങനെ ഒരു പെണ്ണുങ്ങളോടോ അങ്ങനൊന്നും ഞാൻ അപമര്യാദയായിട്ട് പെരുമാറത്തേ ഇല്ല, അതുകൊണ്ട് വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കല്ല, ചേട്ടനായതുകൊണ്ട് ഞാൻ ഇടിക്കുന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ നോക്കിയതൊന്നും അല്ലത്, ആരാ നോക്കിയതാന്ന് പറയുവാണ്. അപ്പൊ അയാൾ പറയുക, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ, എനിക്ക് മാർക്കോയെ നമുക്ക് എത്ര നാളായിട്ട് അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിന്റെ ഒരു ഇടി കിട്ടിയ തോമസ് വൈദ്യനെ പോലും ചികിത്സിക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ മഞ്ജുവും മേഘനും കൂടി ജ്വല്ലറി പോയിട്ട് എല്ലാം ഷോപ്പ് ചെയ്യുവാണ്. ഷോപ്പ് ചെയ്തിട്ട് എന്നും ഒരുപാട് സാധനങ്ങൾ എടുക്കുക. 70 പവൻ എടുത്തു, 100 പവൻ, 30 പവൻ പിന്നെ അമ്മയും കൂട്ടി വന്ന് എടുക്കാന്നൊക്കെ പറയുവാണ്. എടുത്തിട്ട് മേഘനാഥനാണെങ്കിൽ പോയി ചോദിക്കുവാണ് അവിടുത്തെ മാനേജരോട്, അതെ ഇപ്പൊ എന്നെ ഇവിടുന്ന് പുറത്താക്കി, ഇപ്പൊ എങ്ങനെ കല്യാണത്തിന് കൂടത്തില്ലെന്ന കണ്ണൻ പറയുന്നത്, എന്നാലും കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണ്ടേ, ഇവിടെ നേരത്തെ ആണെങ്കിൽ 10-200 പവൻ കൊടുത്തേനെ, ഇപ്പം എന്തായാലും 100 പവനെങ്കിലും എടുക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനം അങ്ങ് എടുത്തു എന്ന് പറയുവാണ്. അപ്പോഴത്തേന് അങ്ങേര് പറയുവാണ്, ഞാൻ കണ്ണൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുക. എന്തിനാ കണ്ണനോട് ചോദിക്കുന്നത്, അതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കുവാണ്.
അപ്പൊ പറയുവാണ് അല്ലെന്ന് സാറിനോട് ചോദിക്കണം, പണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സാറിനോട് ചോദിച്ചിട്ടായിരുന്നു, ഇല്ലെങ്കിൽ മാഡത്തിനോട് ചോദിക്കണം എന്ന് പറയുവാണ്. ഏത് മാഡം? മഹാലക്ഷ്മി മാഡം. മാഡമാണ് ഇവിടെ ഇരിക്കുന്നത്. മാഡത്തിനോട് പറയാതെ ഒരു കാര്യം ഇവിടുന്ന് ചെയ്യണമെന്നാ സാറ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ MD കസേരയില് മാഡം ആയിരിക്കുന്നെന്ന് പറയാം. ഇതും കൂടെ കെട്ടുന്ന മെഗന്റെയും മഞ്ജുവിന്റെയും കിളി പോയി. അപ്പം നാളത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാല് ഇതൊക്കെ തന്നെയാണ്. മറ്റേ കണ്ണന്റെ കാലിന് ചലനശേഷി തിരിച്ചു കിട്ടുവാണ്. മഹാ എപ്പിസോഡാണ്, 1 മണിക്കൂറത്തെ എപ്പിസോഡാണ് നാളത്തെ റിവ്യൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്